തൃക്കാക്കരയിൽ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് പോലും നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. നഗരസഭാ കവാടത്തിൽ നടത്തിയ പ്രതിഷേധ സമരം LDF പാർലമെന്ററി പാർട്ടി നേതാവ് CP സാജിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിലെ ലൈഫ് പദ്ധതി നടപ്പിലാക്കാത്ത 2 നഗരസഭകളെ കേരളത്തിലുള്ളൂ. ഒന്ന് തൃക്കാക്കരയും മറ്റൊന്ന് തൊട്ടടുത്ത കളമശ്ശേരിയും. എന്തുകൊണ്ടാണ് ഇവരിത് നടപ്പിലാക്കാത്തത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ് ഇവർ കാണിക്കുന്നത്. ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് പാവങ്ങൾക്കായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ മിനിറ്റിലും വീടുകൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിനർഹരായിട്ടുള്ള ഒട്ടനവധി പേർ ഈ തൃക്കാക്കര നഗരസഭയിൽ ഉള്ളപ്പോൾ തന്നെ അവരുടെ എല്ലാം അപേക്ഷകൾ തൃക്കാക്കര നഗരസഭയിലെ ഫയലുകളിലും കബോർഡുകളിലും കെട്ടിക്കിടക്കുമ്പോൾ തന്നെ അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്ന UDF ഭരണസമിതിയാണ് കഴിഞ്ഞ കാലഘട്ടത്ത് ഇവിടെ ഭരിച്ചിരുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. LDF കൗൺസിലർമാരായ CA നിഷാദ്, അജ്ന ഹാഷിം, KG ജയചന്ദ്രൻ, PN പ്രശാന്ത്, KA നജീബ്, നിരൂപ ചിങ്ങന്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാർ നാടിന്റെ ഓരോ ദിക്കിലും മൂലയിലും എല്ലാം നമ്മൾ വെച്ചു കൊടുത്തു. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ തൃക്കാക്കരയിലും അതുപോലെ തന്നെ കളമശ്ശേരിയിലും ഇത് സംഭവിക്കുന്നില്ല? അതായത് നമ്മുടെ രാഷ്ട്രീയ പാപ്പരത്വം മാത്രമാണ് കോൺഗ്രസിന്റെ തുറന്നു കാട്ടുന്നത്. തൃക്കാക്കരയിൽ കഴിഞ്ഞ 6 വർഷത്തെ UDF ഭരണത്തിൽ 382 അപേക്ഷകൾ വന്നതിൽ ഒരു അപേക്ഷ പോലും പരിഗണിച്ചില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. 382 അപേക്ഷകളാണ് ഇവിടെ കിടക്കുന്നത്. 382 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 382 × 5 അല്ലെങ്കിൽ 4 ഏതാണ്ട് 1500ഓളം ആൾക്കാർക്ക് താമസിക്കുവാനുള്ള ഭവന സമുച്ചയം നൽകേണ്ട ഒരു നഗരസഭ. കരിദിനം സിന്ദാബാദ്.